വെൽക്കം ബാക്ക് ടു സൈലം. ബാബു സാറാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് പഠിക്കാനുള്ള അഞ്ചാമത്തെ യൂണിറ്റിൽ, ഹിന്ദിയിലെ അഞ്ചാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠമായ രണ്ടാമത്തെ പാഠമാണ് ഗുഡലി തോ പരായി എന്നുള്ളത്. ഗുഡലി ഒരു അന്യയാണ്. ഗുഡലി തോ പരായി ഹേ, ഗുഡലി അന്യയാണ്. ഗുഡലി എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ പേരാണ്. സാധാരണ മലയാളി പേരല്ല, ഒരു നോർത്ത് ഇന്ത്യൻ, ഒരു ഉത്തരേന്ത്യൻ പേരാണ്. ഓക്കെ, അപ്പൊ ഗുഡലി തോ പരായി ഹേ, ഗുഡലി അന്യയാണ് എന്നാണ്. ഈ കഥ എഴുതിയിരിക്കുന്നത് കനക് ശശിയാണ്. ഇവർ ഈ കഥയിലൂടെ വീടുകളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കാത്ത ഒരവസ്ഥയെക്കുറിച്ച് മനോഹരമായിട്ടാണ് ഈ കഥയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതില് ഗുഡലി നടത്തുന്ന ശീതസമരമാണ് ഈ കഥയിലെ പ്രമേയം. ഓക്കെ, അപ്പൊ നമുക്ക് കഥയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ പേജ് നമ്പർ 94, 95, 96 എന്നീ പേജുകളിലായിട്ടാണ് ഈ കഥ കൊടുത്തിരിക്കുന്നത്. കഥ വളരെ രസകരമാണ്. ഗുഡലിയുടെ മനോഹരമായ ബോധ്യപ്പെടുത്തലുകളാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഈക്വൽ ആണ് എന്നുള്ള ബോധ്യപ്പെടുത്തലാണ് നമുക്ക് ഈ കഥയിലൂടെ കാണാൻ കഴിയുന്നത്. നോക്കൂ മക്കളെ, നമുക്ക് ഗുഡലി തോ പരായി ഹേ കനക ശശിയാണ് എഴുതിയിരിക്കുന്നത്. കഥയിലേക്ക് നമ്മൾ പോയാൽ ഓരോ പാരഗ്രാഫ് നമുക്ക് നോക്കാം. യൂം തോ ബഡി ബുവ. ബുവ എന്ന് പറഞ്ഞാൽ പിതാവിന്റെ സഹോദരിയാണ്. ബുവ എന്ന് പറയുന്നത് അച്ഛന്റെ പെങ്ങളാണ്. എന്നാൽ ബഡി ബുവ എന്ന് പറയുമ്പോൾ അപ്പൊ എന്താണ്? അച്ഛന്റെ മൂത്ത സിസ്റ്റർ ആണ്. അപ്പൊ യൂം തോ ബഡി ബുവ, ഗുഡലിക്കൊരു ബഡി ബുവ ഉണ്ട് എന്ന് പറഞ്ഞാൽ അച്ഛന്റെ സിസ്റ്റർ ഉണ്ട്, ഏറ്റവും മൂത്തതായിട്ടുള്ളത്. ഗുഡലിക്കോ അച്ചി ലക്തിയെ. അപ്പൊ എന്താണ്? യൂം തോ ബഡി ബുവ, വലിയ അമ്മായിയെ ഗുഡലിക്ക് അച്ചി ലക്തി, വലിയ ഇഷ്ടമാണ്. അച്ഛന്റെ മൂത്ത പെങ്ങളെ ഗുഡലിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ ഉൻസെ ബാത്തേം കർണ, അവരോട് സംസാരിക്കുക, ഉസേ ഖാസ് പസന്ത് നഹി, അവൾക്ക് പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം എന്താ? പക്ഷേ അവരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ വൈസേ ബാത്തേം, കാര്യങ്ങൾ, അഗർ ഖാനേക്ക്, ഭക്ഷണത്തെ കുറിച്ചോ, യാ അല്ലെങ്കിൽ ഉൻകെ ബച്പൻ കി, ആ അമ്മായിയുടെ കുട്ടിക്കാലത്തിനെ കുറിച്ചുള്ളോ, ഹോം തോ ആണെങ്കിൽ ടീക്ക്, അവൾക്ക് ഇഷ്ടമാണ്. പക്ഷെ അതൊക്കെ പറയുമ്പോഴും നസീഹത്തെയും, ആ അമ്മായി പറയുന്ന നസീഹത്തെയും, ഉപദേശങ്ങൾ സഹിക്കാൻ പറ്റില്ല. ഐസ മത്ത് കരോ, അങ്ങനെ ചെയ്യരുത്. ഐസെ പട്ട് മത്ത് പോലോ, അങ്ങനെ പടപടാ എന്ന് സംസാരിക്കല്ല. ഐസെ ദം മത്ത് ചലോ, അങ്ങനെ ഓടിച്ചാടി ഭൂമി കുലുക്കി നടക്കല്ല, നീ ഒരു പെൺകുട്ടിയല്ലേ. ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കും. ഏക് ദിൻ ഗലത്തി സേ, ഒരു ദിവസം ഗലത്തി സേ, വളരെ തെറ്റായ രൂപത്തിൽ, ഉസ്നെ പൂച്ചുകിലിയ, അദ്ദേഹം അവരുടെ അമ്മായിയോട് എതിർത്ത് സംസാരിച്ചു. ക്യോ, എന്താ അങ്ങനെയൊക്കെ ചെയ്താൽ? तो बस शुरू हो गई. അപ്പോഴേക്ക് അമ്മായി അത് ആരംഭിച്ചു. അരേ ചോരി, എടി പെൺകുട്ടി, ലോക നാം തോ തേരി മാം കോ ഇരക്കെങ്കിൽ, നാട്ടുകാർ ചീത്തപ്പേര് നിന്റെ അമ്മയ്ക്കാണ് ഇങ്ങനെ പ്രവർത്തിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ചീത്തപ്പേര് വെക്കുന്നത്. കഹേങ്കെ, നാട്ടുകാർ എന്താ പറയാന്നറിയാം, നിന്റെ അമ്മയെ കുറിച്ച് കുച്ച് സിഖായ നഹി, ഒന്നും പഠിപ്പിച്ചില്ലാന്ന്. ഐസൈ കരേങ്കെ കി അപ്പനെ ഘർ ജാക്കർ, ഇങ്ങനെയൊക്കെ തുള്ളിച്ചാടിയാണോ നീ നിന്റെ വീട്ടിൽ പോയാൽ ചെയ്യാം. ഇപ്പൊ കൂടുതലേ പോലി അപ്പനാ ഘർ, എന്റെ വീട്ടിൽ പോയിട്ടോ. യഹി തോ മേരാ ഘർ ഹേ. ആന്റി ഒന്നിവിടെ നോക്കൂ, ഇതാണ് എന്റെ വീട്. ജഹാ മേ പൈദാ ഹുയും, ഞാൻ ഇവിടെയാണ് ജനിച്ചത്. ബുവ ഹാസ്കെ പോലി. അപ്പോ അച്ഛന്റെ പെങ്ങള് ബുവ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അരീ എടീ ബേവ്കൂഫ്, വിഡ്ഡി. ബേവ്കൂഫ് എന്ന വാക്കിന്റെ അർത്ഥം വിഡ്ഡി. യേ ഘർ തോ പരായ ഹേ, നീ ഇവിടെ ജനിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ വീട് അന്യരുടേതാണ്. ബാക്കി ലഡ്കിയോ കി തരഹ്, ഈ ലോകത്തുള്ള നാട്ടിലുള്ള സകല പെൺകുട്ടികളെ പോലെ, കിസി തൂ ബി, നീയും, കിസി ഔർ കി അമാനത്ത് ഹേ, മറ്റാരുടെയോ നോക്കാൻ ഏൽപ്പിച്ച അമാനത്ത്, സമ്പത്താണ്. മറ്റുള്ളവർ നോക്കാൻ ഏൽപ്പിക്കുന്ന സമ്പത്തിനാണ് നമ്മൾ അമാനത്ത് എന്ന് പറയുന്നത്. നാട്ടിലെ മറ്റു പെൺകുട്ടികളെ പോലെ നീയും മറ്റാരോ നോക്കാൻ ഏൽപ്പിച്ച സമ്പത്താണ്. സസുരാൽ ഹി, സസുർ എന്ന് പറഞ്ഞ ഭർത്താവ്, സസുരാൽ എന്ന് പറഞ്ഞ ഭർത്തൃ വീട്. സസുരാൽ ഹി തേര അസലി ഘർ ഹോഗ, നിന്നെ വിവാഹം, നാളെ ഏതോ ഒരാൾ വന്ന് പെണ്ണ് കണ്ട് നിന്നെ ഉറപ്പിച്ചതിന് ശേഷം നിന്നെ വിവാഹം കഴിച്ച് കൊണ്ടുപോകും. ആ വീടാണ് നിന്റെ ഒറിജിനൽ വീട്. ജൈസെ ദേഖ്, ഇനി നീ ഒന്ന് ഇങ്ങോട്ട് നോക്ക്. ജനിച്ച കാര്യം പറഞ്ഞല്ലോ. പൈതാത്തോ മേംബി ഇസി ഗർമേ ഹുയി, ജനിച്ചതാണെങ്കിൽ ഞാനും ഈ വീട്ടിൽ തന്നെയാ. നിന്റെ അച്ഛന്റെ സിസ്റ്ററായി ഈ വീട്ടിൽ ഒരുപാട് കാലം ഓടിച്ചാടി കളിച്ച് നടന്നവളാ. അന്നും ഈ വീട് എന്റേതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇന്നും ഞാൻ പറയുന്നില്ല എന്നുള്ളത് പൊക്കും. അബ് ഇപ്പോൾ തെരെ ഫുഫാജി ക ഘർ, ഫുഫാജി എന്ന് പറഞ്ഞാൽ പിതൃ സഹോദരിയുടെ ഭർത്താവ്. അപ്പൊ ഇതാണ് ബുവയുടെ ഭർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. അബ് തെരെ ഫുഫാജി ക ഘർ ഹി, നിന്റെ ഫുഫാജിയുടെ വീടില്ലേ, അതായത് എന്റെ ഭർത്താവിന്റെ വീട്, മേരാ ഘർ ഹേ, അതാണ് എന്റെ വീട്. കൊച്ചു സമച്ചി, നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പൊ നിന്നെ വിവാഹം കഴിച്ച് കൊണ്ടുപോകുന്നവന്റെ വീടായിരിക്കും നിന്റെ വീട്. എന്നെ വിവാഹം കഴിച്ച് കൊണ്ടുപോയ നിന്റെ ഫുഫാജില്ലേ, അദ്ദേഹത്തിന്റെ വീടാണ് എന്റെ വീട്. ജനിച്ച കാര്യം പറയുകയാണെങ്കിൽ നിന്നേക്കാൾ മുമ്പ് ഈ വീട്ടിൽ നിന്റെ അച്ഛന്റെ പെങ്ങളായി ജനിച്ചവളാണ് ഞാൻ. മനസ്സിലായോ എന്ന്? ഗുഡലി ടുനക്കെ ബോലി. അപ്പോ ഗുഡലി ടുണക്കെ ബോലി, അവൾ പിണങ്ങി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഗുഡലി ടുനക്കെ ബോലി, കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്തോ മേ നഹി മാറ്റി, ഞാൻ അംഗീകരിക്കില്ല എന്ന രീതിയിൽ പറഞ്ഞു.
ഓർ ബാഹർ ചലി ഗയി, അതും പറഞ്ഞു പുറത്തേക്ക് ഒറ്റപ്പോക്ക്. പീച്ചേസെ അവൾ അങ്ങ് പോയ സമയത്ത് പീച്ചേസെ പിന്നിൽ നിന്ന് ബുവാക്കി ആവാസ് സുനായിദി, ആ അമ്മായി ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, 14 ഹോ ഗയി, 14 വയസ്സായി പെൺകുട്ടിക്ക്, പർ അക്കൽ നെഹിയായി ചോരിക്കോ, അക്കൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി, നെഹിയായി വന്നിട്ടില്ല ചോരിക്കോ, ഈ പെൺകുട്ടിക്ക് 14 വയസ്സായി എന്നിട്ടും വിവരം വെച്ചിട്ടില്ല, ബുദ്ധി വെച്ചിട്ടില്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് തന്റെ മകൾക്ക് 14 വയസ്സായിട്ടും വിവരം വെച്ചിട്ടില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നത് ആര് കേട്ടു? ഗുഡലിയുടെ അമ്മ കേട്ടു. മാം ബോലി, അപ്പൊ അവളുടെ അമ്മ വിളിച്ചു പറഞ്ഞു, ബച്പനാ ഹേ ദീദി, ചെറുതല്ലേ ദീദി, സമച്ച ജായകി, നിങ്ങൾ പറയുന്നത് കാര്യമാണ്, കറക്റ്റാണ്, ഞാൻ അതിനൊന്നും എതിർക്കുന്നില്ല, പക്ഷെ നിങ്ങൾ പറഞ്ഞ കാര്യം മനസ്സിലാക്കാൻ ഈ കുട്ടി ഇപ്പൊ 14 വയസ്സായിട്ടേ, അതുകൊണ്ട് വലുതാകുമ്പോൾ മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ? അമ്മായി പറഞ്ഞത് കറക്റ്റാണ്, അവൾക്ക് ഇപ്പൊ മനസ്സിലാത്ത പ്രശ്നങ്ങൾ വലുതാവും മനസ്സിലാവും എന്ന് ആര് പറയുന്നു? അമ്മ പറയുന്നു. മാംകോ, അമ്മയുടെ ബുവാക്ക സാത്ത്, ഈ സംസാരത്തിലൂടെ ആ ഗുഡലിക്ക് മനസ്സിലായി അമ്മ സത്യത്തിൽ ആരെ ഭാഗം നിൽക്കുന്നു? ഗുഡലിയുടെ ഭാഗമല്ല, അമ്മയുടെ ഭാഗം നിൽക്കുന്നു മനസ്സിലായി. മാംകോ ബുവാക്ക സാത്ത് ദേത്താ ദേക്ക്, അമ്മ ഇതാണ് മാംകോ, അമ്മേനെ ബുവാക്ക സാത്ത്, ഈ അമ്മായിയുടെ കൂടെ ദേത്താദേക്ക് നിൽക്കുന്നത് കണ്ടിട്ട് ഗുഡലി ഗുസ്സേക്കെ സാത്ത്, ഗുഡലി വളരെ ദേഷ്യത്തോടു കൂടി ഉദാസ് ബി ഹോ ഗയി, അവൾ ആകെ മൂഡ് ഓഫ് ആയി. ഓർ സീറ്റിയോം പെർ ബൈറ്റ് ഗയി, പോയി വീടിന്റെ അപ്സ്റ്റെയറിലേക്കുള്ള സ്റ്റെപ്പ് ഉണ്ട്, അതിൽ പോയി മിണ്ടാതിരുന്നു. ഇനിയിപ്പോൾ ആരുമില്ല, സങ്കടം പറഞ്ഞ് അമ്മേന്റെ അടുത്തേക്ക് പോകാനായിരുന്നു. അമ്മയുടെ ഡയലോഗിൽ നിന്ന് മനസ്സിലായി അമ്മയും കൂടി അമ്മായിയുടെ ഭാഗത്താണ് എന്നുള്ള രീതിയിൽ അവള് മിണ്ടാതെ സ്റ്റെപ്പിന്റെ പോയിരുന്നു. സോചിത്തിരഹി, അവളിങ്ങനെ ചിന്തിച്ചു, ക്യാ യേ ഗർ ഉസ്കാ നഹി, എന്താ സത്യത്തിൽ ഈ വീട് അവളുടേതല്ലേ? ക്യാ ഉസ്കെ ആം കി കൈരിയാം, എന്താ അവളുടെ മാവിന്റെ പഴങ്ങളൊക്കെ വ കബീ നഹി കാ പായെങ്കി, ഒരിക്കലും തിന്നാൻ കഴിയില്ലേ? ഉസ്കാ കുത്ത, അവളുടെ പട്ടിക്കുട്ടി, നാനൂബി, നാനു എന്നാ പട്ടിക്കുട്ടിയുടെ പേര്, ഉസ്കാ നഹിയ, അവളുടേതല്ലേ? ബഗീച്ചേമേ, പൂന്തോട്ടത്തിൽ, ഉസ്കി ബനായി, അവൾ ഉണ്ടാക്കിയെടുത്ത, ക്യാരിയാം, തടങ്ങളെല്ലാം, മച്ചിലിയോ കേലിയ താലാബ്, മീനുകൾക്കുണ്ടാക്കിയ കുളങ്ങളെല്ലാം, ക്യാ വേബി ഉസ്കെ നഹി, അതൊന്നും ഇവള് കഷ്ടപ്പെട്ടുണ്ടാക്കി, അതൊന്നും അവളുടേതല്ലേ? ഇത്തനമേ മാം ഉസേ ഡോണ്ടുത്തി വഹാം ആ പൗഞ്ചി, അങ്ങനെ മുകളിലേക്ക് പോകുന്ന സ്റ്റെപ്പിന്റെ മുകളിൽ മിണ്ടാതെ മൂലയിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ എവിടെയും ഗുഡലിയെ കാണാതെ അന്വേഷിച്ച് അമ്മ അങ്ങോട്ടെത്തി. ഗുഡലിക്ക് ഉദാസ് ദേക്ക്, ഗുഡലി മൂഡ് ഓഫ് ആയിരിക്കുന്നത് കണ്ടപ്പോ ഗലേ ലഗാക്കർ ബോലി, അവളെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ബെഠാ, ബെഠ എന്ന് പറഞ്ഞാൽ മകൻ എന്നല്ല അവിടെ അർത്ഥം വരുന്നത്, കുഞ്ഞേ. ബുവാക്കി ബാത്ത് കാ ബുരാ മത്മാൻ, ആന്റി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നീ മോശമായി കണ്ടതില്ല. ഓർ ജോ കൽ ഹോനാ ഹേ, നാളെ എന്താണോ സംഭവിക്കാനുള്ളത്, ഉസേ ലേക്കർ, അത് ആലോചിച്ചിട്ട് ആജി ക്യൂ പരേശാൻ പോകാം, അതായത് നീ മറ്റൊരാളുടെ വീട്ടിൽ വിവാഹം കഴിച്ചു കൊണ്ടുപോകും, അവിടെയാണ് നിന്റെ വീട്, ഇതൊക്കെ ആലോചിക്കുമ്പോൾ സമയത്ത് നാളെ വരാൻ പോകുന്ന കാര്യം ആലോചിച്ച് നീ ഇന്നേ ടെൻഷൻ അടിക്കേണ്ടിയില്ല. ഏ ദിൻ, ഈ നാളുകൾ, ഫിർ വീണ്ടും ലൗട്ട് കെ നെഹിയാനേ വാലെ, നീ ഇപ്പൊ കരഞ്ഞു കൂട്ടുന്ന സങ്കടപ്പെട്ട് കൂട്ടുന്ന ദിവസങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ്, അത് പിന്നീട് തിരിച്ചു കിട്ടിയില്ല, അതൊക്കെ അത് വിട്ടാള്. ഇനെ ജി ബർക്കെ ജിലെ, അതുകൊണ്ട് നീ എൻജോയ് ചെയ്ത് ഇവിടെ ജീവിക്കും. മാം കി ബാത്തോസെ, അമ്മയുടെ വർത്തമാനം കേട്ടപ്പോൾ ഗുഡലി ആർ ബി ഹദാശോഗി, ഗുഡലി കൂടുതൽ നിരാശയാകുകയാണ് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഉണ്ടായത്. ലഗ, അവൾക്ക് തോന്നി, ജൈസെ ഉസ്കെ പൈരോസെ, അവളുടെ കാലിന്റെ ചുവട്ടിൽ നിന്ന് നീച്ചെസെ ജമീൻ ഖീഞ്ചിലേക്ക് ഹോ, മണ്ണൊലിച്ചു പോവുകയാണോ എന്ന് അമ്മയും കൂടി ഇങ്ങനെ സർട്ടിഫൈ ചെയ്ത് പറഞ്ഞ സമയത്ത് അവൾക്ക് തോന്നി. ഉസ യാദായ, അവൾ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചു. ഉസ യാദായ, അവൾക്ക് ഓർമ്മ വന്നു, പിച്ചലേ സാൽ, കഴിഞ്ഞ വർഷം, ദീദിക്ക് ഷാദിമേ, ചേച്ചിയുടെ കല്യാണത്തിൽ, സബ് കിത്തനെ കുഷ്ദേ, എല്ലാവരും എത്രമാത്രം സന്തോഷവതികളുമായിരുന്നു. ഗർ, വീടാട്ടെ, മെഹമാനോ സെ ബരാദ, അതിഥികളെ കൊണ്ട് നിറഞ്ഞതായിരുന്നു. സാരെ മുഴുവൻ, ചച്ചേരെ മമ്മേരെ ഭായി ബഹനായേ ഹുയേത്, ചച്ചേരെ എന്ന് പറഞ്ഞാൽ പിതൃബന്ധത്തിലുള്ളതും, മമേരെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ബന്ധത്തിലുള്ളതും, ചച്ചേരെ പിതാവിന്റെ ബന്ധത്തിലുള്ളതും, മമേരെ അമ്മയുടെ ബന്ധത്തിലുള്ളതുമായ ഭായി ബഹൻ സഹോദരി സഹോദരന്മാർ ആയേ ഹുയേത്, വീടുകളിൽ വന്നിരുന്നു. ഗുഡലി ബി, അന്ന് ഗുഡലിയും കിത്തനീ കുഷ്ടി, അന്ന് വളരെ സന്തോഷവതിയായിരുന്നു. കോയി രോക്ക് ടോക്ക് നഹി, അന്ന് കല്യാണ സമയത്ത് വീട്ടിലൂടെ ഓടിച്ചാടി കളിക്കാൻ ആരും ഒരു നിയന്ത്രണവും ഇല്ലായിരുന്നു. നഹി ബസ് ഫുൾ മസ്തിരി, വളരെ എൻജോയ് ചെയ്തിരുന്നു. ഫുൾ മസ്തി തന്നെ വളരെ എൻജോയ് ചെയ്തായിരുന്നു ആ സമയത്ത്. ഇസി ബീച്ച്, ഇതിനിടയിൽ ഷാദിക്കെ കാർഡ് ചപ്കെ ആയി, ആ കല്യാണത്തിന് കുറെ നാളുകൾക്ക് മുമ്പേ ബന്ധുക്കളൊക്കെ വന്നുകൂടി, അപ്പോഴേക്ക് ബന്ധുക്കളെ വിളിക്കാനുള്ള കല്യാണ കത്ത് പ്രിന്റ് ചെയ്ത് വന്നു. ഗുഡലി ബഡി ഉത്സുകതി, ആ കത്തൊന്ന് വായിക്കാൻ ഗുഡലിക്ക് വലിയ ഇൻട്രസ്റ്റാണ്, കാരണം ചേച്ചിയുടെ വിവാഹമാണ്. ജൈസെ തൈസെ, എങ്ങനെന്നാർ, പൂജ പാടിക്കെ ബാദ്, കത്ത് കൊണ്ടുവന്ന് നേരെ പൂജാ മുറിയിൽ കൊണ്ടുപോയി പൂജ കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്തു. കാർഡ് ഹാത്തിമായ, എല്ലാവർക്കും കത്ത് കയ്യിൽ കൊടുത്തു വായിക്കാൻ. ഗുഡലിക്ക, എല്ലാവരും വായിച്ചോണ്ടിരിക്കും. ഗുഡലിക്ക മൂഹുദർഗയ, അവളുടെ മുഖം താഴെയായി പോയി, അവൾ ആകെ സങ്കടപ്പെട്ടു പോയി. വാ താവുജി കെ പാസ് ജാക്കർ ബോലി, അവൾ
മുത്തശ്ശന്റെ അടുത്ത്, താവൂജി പിതാവിന്റെ അടുത്ത് മുത്തശ്ശന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ദേക്കിയേ ഭയ്യ മേരാ നാം, ചേട്ടൻ എന്റെ പേര്, അവളുടെ ചേട്ടനാണ് കത്തൊക്കെ അടിക്കുന്നത്. ഭയ്യ മേരാ നാം കാർഡ് മേ ചപ്കാന ഭൂൽ ഗയാ, കാർഡിൽ പ്രിന്റ് ചെയ്യാൻ മറന്നുപോയി എന്ന് പറഞ്ഞാൽ വിവാഹം നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ എഴുതിയിട്ട് സ്നേഹപൂർവ്വം ബന്ധുമിത്രാദികളിൽ നിന്ന് ഏറ്റവും അവസാനം ചുണ്ടു മുന്നു കുന്നു ചെറിയ മക്കളൊക്കെ അല്ലേ, LKG UKG അടക്കമുള്ള മക്കളെ പേര് വരെ സ്നേഹപൂർവ്വം ബന്ധുമിത്രാദികൾ പ്രിന്റ് ചെയ്യും. അങ്ങനെ എല്ലാവരുടെയും പ്രിന്റ് ചെയ്തു. ആ വീട്ടിലുള്ള മുഴുവൻ ആളുകളെയും പ്രിന്റ് ചെയ്തപ്പോ ഗുഡലി പറയുന്നു, എന്റെ പേര് പ്രിന്റ് ചെയ്തിട്ടില്ല. അപ്പോ താവൂജി പോലെ മുത്തശ്ശൻ ആണല്ലോ അടുത്ത ഏറ്റവും പ്രായമുള്ള ആള്, അദ്ദേഹം പറഞ്ഞു, ബൂലാ നഹീരെ, മറന്നതല്ലടി, അപ്പനെ ഗർക്കി ചോരിയോക്കെ നാം, സ്വന്തം വീട്ടിലെ പെൺകുട്ടികളുടെ പേര് കാർഡ് പർ നഹി ചപ്തേ, കാർഡിൽ പ്രിന്റ് ചെയ്യാറില്ല. കാരണം ഈ വീട്ടിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടത് നീ അല്ല, നിനക്ക് ഈ അധികാരമൊന്നുമില്ല. നിന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന വീട്ടിലെ ഫംഗ്ഷന് മാത്രമേ നിനക്ക് അവിടെ അധികാരമുള്ളൂ. അപ്പൊ നീ വിളിച്ചാൽ ആരും വരില്ല, അപ്പൊ നിന്റെ പേര് വെച്ചിട്ടില്ല. അപ്പൊ ഗുഡലി ആ ചപ്തേ, അപ്പൊ ഗുഡലി പറയാ, പർ താവൂജി, എന്നാ മുത്തശ്ശ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഉസ്മേ ഭയ്യാക്കെ, അതിൽ എന്റെ സഹോദരൻ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, സഹോദരന്റെ ചോട്ടേസെ ബേട്ടേക്കാ ബി നാം ഹേ, ചോട്ടേസെ ബേട്ടേക്കാ, സഹോദരന്റെ കൊച്ചു കുഞ്ഞിന്റെ പേരും കൂടി ഉണ്ടല്ലോ. ജോ അബി ബോൽ ബി നഹി സക്ത, അവൻ സംസാരിക്കാൻ പോലും ആയിട്ടില്ല. മേര, എന്നിട്ട് എന്റെ പേരില്ലല്ലോ. അപ്പൊ തോക്കിയാ, അപ്പോ മുത്തശ്ശന്റെ മറുപടിയാ, ആ സഹോദരന്റെ ഏറ്റവും ചോരക്കുഞ്ഞായ കുട്ടിയുടെ പേരുണ്ട്, പക്ഷെ അത് ആൺകുട്ടിയാണ്. തോക്കിയാവുക എന്നാൽ എന്താ, തേരെ നാം തേരെ അപ്പനെ കാർഡ് മേ ചപ്പായേഗാ യഹാൻ ഹി, നിന്റെ പേര് നിന്റെ കാർഡിൽ പ്രിന്റ് ചെയ്യും, എവിടത്തെ നിന്നെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്ന വീട്ടിലുള്ള. അപ്പൊ ചൽ ബാഗ് യാസെ, എന്നിട്ട് പൊടി എവിടെ നിന്ന്. കുടിലി രോനയിലേക്ക്, കുടിലി അപ്പൊ ഭയങ്കര സങ്കടത്തിൽ കരയാൻ തുടങ്ങി. തോ ബുഗാനെ ഠാണ്ട, ആ സമയത്ത് ബുഗ അമ്മായി വന്നിട്ട് ഠാണ്ട അവളെ വഴക്ക് പറഞ്ഞു. എന്താണ് ഠാണ്ട എന്ന് പറഞ്ഞാ, അവളെ ശകാരിച്ച് വഴക്ക് പറഞ്ഞു. ക്യാ ഷാദിക്കെ ഗർമേ, എന്താടി കല്യാണ വീട്ടിൽ മൻഹൂസിയത്ത് ഫൈലാരിഹിയെ, മൻഹൂസിയത്ത് എന്ന് പറഞ്ഞാൽ അശുഭകരമായത് പരത്തുകയാണോ നീ. തബി മാംനെ, അപ്പോൾ ഇവളുടെ സങ്കടം കണ്ടിട്ട് ഒരു കത്തിന്റെ അകത്ത് അമ്മ എന്ത് ചെയ്തു, തബി മാംനെ, അമ്മ അപ്പനെ ഹാത്ത് സെ, തന്റെ കൈകൊണ്ട് ഉസ്കാ നാം, അവളുടെ പേര് കാർഡ് पर लिख दिया, അവളുടെ പേര് പ്രിന്റ് ചെയ്ത പേരുകളുടെ കൂട്ടത്തിൽ അവളുടെ പേര് ഗുഡലി എന്നും കൂടി ഇത് ചേർത്ത് കൊടുത്തു. ഈ അക്ഷർ, എന്നാൽ ഈ അക്ഷരം ചപ്പായി ജൈസെ നഹിരെ, പ്രിന്റിംഗ് പോലെ ആയിരുന്നില്ല. ഫിർബി, എന്നിട്ടും ഗുഡലി മാം കെ പ്യാർ സെ മാൻ ഗയി, എന്നാലും ഗുഡലി അമ്മയുടെ ആ സ്നേഹപ്രകടനത്തെ അവൾ അംഗീകരിച്ചു. പർ അബ് തോ ഹദ് ഹോ ഗയി, പക്ഷേ ഇപ്പോ അവൾ ആകെ വിഷമിച്ചു. और ഗുഡലി ചുപ് രഹനെ വാലോ മേ സെ നഹി ഹെ, പക്ഷേ ഗുഡലി മിണ്ടാതിരിക്കുന്ന കൂട്ടത്തിലല്ല. വ അപ്പനെ ദീദിക്ക്, അവൾ തന്റെ ചേച്ചിയുടെ സാത്ത് കൂടെ ബിതായി കഴിച്ചുകൂട്ടിയ മജേദാർ ദിനോക്കി, രസകരമായ നാളുകളെ യാദ് കർണയിലേക്ക് അവൾ ഓർത്തെടുക്കാൻ തുടങ്ങി. സാത്ത് സാത്ത് കഹാനിയാൻ പറഞ്ഞ, ഞാനും ചേച്ചിയും ഒരുമിച്ച് കഥകൾ വായിക്കാറുണ്ടായിരുന്നു. ഗാനേ ഗാന, പാട്ടുകൾ പാടാറുണ്ടായിരുന്നു. ചിത്ര ബനാന, ചിത്രം വരയ്ക്കാറുണ്ടായിരുന്നു. മസ്തി കർണ, ഞങ്ങൾ വല്ലാതെ കുസൃതി കളിക്കാറുണ്ടായിരുന്നു അല്ലേ, മസ്തി കർണ, ഞങ്ങൾ കുസൃതി കളിക്കാറുണ്ടായിരുന്നു. और खूब ഹംസ്ന, ധാരാളം ഞങ്ങൾ പരസ്പരം പറഞ്ഞ് ചിരിക്കാറുണ്ടായിരുന്നു. പർ ഷാദിക്ക് 3 ദിൻ ബാദ്, പക്ഷെ അങ്ങനെയുള്ള ചേച്ചിയെ വിവാഹം കഴിച്ച് 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ, ജബ് ദീദി ഗറായി, എപ്പോൾ ദീദി വീട്ടിൽ വന്നോ, തോ ഏകദം പൂർണ്ണമായി ബദൽ ചുക്കിരി, മാറി കഴിഞ്ഞിരുന്നു. ന പഹലെ ജൈസെ മസ്തി ഖോർ, ഇന്നലത്തെ മുമ്പത്തെ പോലത്തെ പഹലെ ജൈസെ, മുമ്പത്തെ പോലെ മസ്തിക്കർ, ഒരു കളി തമാശയും സ്വന്തം ചേച്ചി എന്നോട് കാണിക്കുന്നില്ല. ന ബാത്തൂനി, വായാടിത്തെന്ന് പറയാ, ശരിക്കും ഒരു സംസാരവുമില്ല. അബ് വഹ്, ഇപ്പോൾ അവൾ എന്നെ കാണുമ്പോൾ അന്യെ പോലെ നോക്കുന്നപ്പോൾ തോന്നി. സാഡി പഹൻ, സാരി എടുത്തിട്ട് സിമട്ടി രഹനയിലേക്ക് ഒതുങ്ങി മാത്രമാണ്. വീട്ടിലൂടെ ഓടിച്ചാടി നടന്ന പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് 3 ദിവസം വന്നപ്പോൾ അവൾ എന്നോടൊരു അന്യതാബോധം വെക്കുന്ന പോലെ തോന്നി. കുറച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അവൾ സാരി കൊടുത്ത് സിമിട്ടി ഒതുങ്ങിക്കൂടി മാത്രമാണ് നടക്കുന്നത്. ഓർത്തോ ജിസ് ബായ്ക്കോ, ഏതൊരു സഹോദരനെ, എന്റെ സഹോദരനെ നക്കടു കാക്കറു ബുലാത്തി, നേരത്തെ നക്കടു കുറുമ്പൻ എന്ന് പറഞ്ഞ് വിളിക്കാറ്. അബ് ഉസേ, ഇപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു, ഉസേ അബ് ഭയ്യ കാക്കനയിലേക്ക്, ഏട്ടാ, ഇപ്പൊ വന്നിട്ട് അതുവരെ വിവാഹം കഴിച്ചു പോകുന്നവരെ കുറുമ്പത്തി എന്നൊക്കെ പറഞ്ഞ് വിളിച്ച അവൾ 3 ദിവസം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് വന്ന സമയത്ത് ഇവനെ വിളിക്കുന്നത് ഏട്ടാ എന്നാണ്. ഉസേ അബ് വ ഭയ്യ കാക്കനയിലേക്ക്, ഇപ്പോൾ അവൾ ചേട്ടാ എന്ന് വിളിക്കാൻ തുടങ്ങി. ഹലാങ്കി ഷാദി തോ ബയ്യാക്കി ബി ഹുയി, അതുപോലെ വിവാഹം സഹോദരിയുടേതും കഴിഞ്ഞതാണ്, സഹോദരൻ്റെത് ബയ്യാക്കി ബി ഹുയി, സഹോദരൻ്റെതും കഴിഞ്ഞതാണ്. എന്നാൽ വ അബുബി, അവൻ അബിബി, അവൻ ഇപ്പോഴും അപ്പനെ ദോസ്തോക്കെ സാത്ത്, തന്റെ കൂട്ടുകാരുടെ കൂടെ ക്രിക്കറ്റ് ഖേൽത്താഹെ, പോയി ക്രിക്കറ്റ് കളിക്കുന്നു. സിസ്റ്ററെ വിവാഹം കഴിച്ചു കൊടുത്ത അടിമുടി മാറി, പൂർണ്ണമായും ഒരു വീട്ടമ്മയെ പോലെയായി. ഓക്കെ,
എന്നാൽ ഏട്ടനെ വിവാഹം കഴിഞ്ഞിട്ട് അവൻ പണ്ടത്തെ പോലെ തന്നെയാണ്, ഇപ്പൊ യാതൊരു മാറ്റവുമില്ല. ഖാനേമേ നഖരെ അബ് പഹലെ സേ ബി ജ്യാദാ കർണലേക്ക്. ഓഹോ, അവൻ വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് ഭാര്യയായി വെച്ചിരിക്കുമ്പോൾ അവൻ നേരത്തെ കളിച്ചതിനേക്കാൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് കുസൃതികളും വികൃതികളും അവനിപ്പോ കൂടുതലാണ്. ഓർ അബീബി ദീദിക്കോ ചുഹിയ ബൊലാത്ത ഹേ. ആ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്ന എന്റെ ചേച്ചിയെ ഇപ്പോഴും വീട്ടിൽ വന്നാൽ അവൻ വിളിക്കുന്നത് ചുഹിയ എന്നാണ്. വിവാഹം കഴിച്ചു പോകുന്നവരെ നക്കുടു എന്നും ചുഹിയ എന്നും ഒരു പരസ്പരം വിളിച്ചു. പക്ഷേ വിവാഹം കഴിച്ച് 3 ദിവസം കഴിഞ്ഞ് വന്ന സമയത്ത് ചേച്ചിയെ സംബന്ധിച്ചോളം അവൾ നക്കുടു എന്നുള്ള വിളി മാറ്റി എട്ട എന്നാക്കി. പക്ഷേ ഇവൻ എപ്പോഴും ചുഹിയ എന്ന് വിളിക്കുന്നത്, ചുണ്ടലി എന്ന് വിളിച്ചു. സബ് കുച്ച് കിത്തന ഊൺ പണ്ടാഹേ, എല്ലാം തന്നെ എങ്ങനെ കീഴ്മൽ മറിഞ്ഞെടുക്കുന്നത്. നേരെ ഊൺ പണ്ടാഹ് എന്ന് പറഞ്ഞാൽ അസംബന്ധം എന്നാണ്. എല്ലാം എത്ര അസംബന്ധമാണ്. ദേറെ രാത്ത് തക്ക്, വളരെ നേരെ രാത്രി വരെ. യഹി സബ് സോച്തി രഹി ഗുഡലി, ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നേ ഗുഡലി. ഫിർ കുച്ച് സോച്ച്, പിന്നെ അവൾ പെട്ടെന്ന് ചിന്തിച്ചിട്ട് മുസ്കുരായി ഓർ സോഗയി. അവൾ കുറെ ചിന്തിച്ചിട്ട് എന്ത് പറയാനാ, എന്ത് ചിന്തിക്കാനാന്ന് പറഞ്ഞ് അവള് ഒന്ന് ലൈറ്റായി പുഞ്ചിരിച്ചിട്ട് സോഗയി, അവള് റൂമിൽ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം എന്ത് സംഭവിച്ചു? സുബ ഗുഡലി ഉടി, അതിരാവിലെ ഗുഡലി എഴുന്നേറ്റു. ഓർ സമയസെ കാഫി പഹലേസി, നേരത്തെ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിനേക്കാളെ കുറെ നേരത്തെ തന്നെ സ്കൂൾ കേലിയെ തയ്യാറാവുകയും അവൾ കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ഇട്ട് നേരത്തെ തയ്യാറായി. ഓർ കിഡ്കീസെ, എന്നിട്ട് വിൻഡോയ്ക്കുള്ളിൽ കൂടെ ബഗീച്ചേക്കോ, തന്റെ പൂന്തോട്ടത്തെ നിഹാറിനിലേക്ക് നിരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങോട്ട് പൂന്തോട്ടത്തിലേക്ക് പോയില്ല. തബി പപ്പായെ, അപ്പോ പപ്പ അങ്ങോട്ട് വന്നു. ഓർ ബോലെ, എന്നിട്ട് പപ്പ പറഞ്ഞു, ബേട്ടാ ബേട്ടാ എന്ന് പറഞ്ഞ കുഞ്ഞെ, ആജ് പൗതോങ്കോ പാനി നഹി പിലായ ക്യാ. അല്ല മോളെ, ഇന്ന് ചെടികൾക്കൊന്നും വെള്ളം ഒഴിച്ച് കാണുന്നില്ലല്ലോ. അപ്പൊ അവള് പറയാ, നക്കടു, നക്കടുനോട് പറയൂ. മത്തലബ്, അതായത് ബയ്യാസേ കഹോ, അപ്പാ നിങ്ങൾ ചേട്ടനോട് പറയൂ. ഇതെല്ലാം അവന്റേതാണ്. തോ വഹി കരെ, അപ്പൊ അതൊക്കെ അവൻ നോക്കിക്കൊള്ളും. ഓർ വൈസേ ബി മേ തോ പരായാധനുഹും, ഞാനാകട്ടെ പരായാധനുഹും, ആ അന്യരുടെ സമ്പത്താണ്. ഗുഡലി തപാക് സെ ബോലി, ഗുഡലി തപാക് സെ ബോലി എന്ന് പറഞ്ഞാൽ ആവേശത്തോടി എന്ന് പറഞ്ഞാൽ മുഖത്തടിച്ച പോലെ, കറക്റ്റ് ഉരുളക്കുപ്പരി എന്ന പോലെ അവൾ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ ആരാന്റെ സമ്പത്താണ്, എന്നോടൊന്നും പറയണ്ട എന്ന രീതിയിൽ പറഞ്ഞു. തബി ചൗക്കേസെ, അപ്പൊ അടുക്കള ഭാഗത്തുനിന്ന് തായിജിക്ക് മുത്തശ്ശിയുടെ ആവാസ് ആയി ശബ്ദം വന്നു. ഗുഡലി അപ്പനെ താവുജിക്കോ ചായ് ദയാ, ഗുഡലി നീ പോയിട്ട് മുത്തശ്ശിന് ചായ കൊടുത്തു വാന്ന്. ഗുഡലി ധീരെ ധീരെ, ഗുഡലി മെല്ലെ മെല്ലെ ചൗക്കേക്ക്, അടുക്കളയുടെ ദഹ്ലീജ് ഉമ്മറപ്പടി വരെ തക്ക് വരെ ഗയി പോയി. ഓർ ബോലി, എന്നിട്ട് മുത്തശ്ശിയോട് ഇങ്ങനെ പറഞ്ഞു, ദേഖിയെ തായിജി, നോക്കൂ മുത്തശ്ശി, മേം പരായാഹും, ഞാൻ മേം പരായാഹും യാനി മെഹമാൻ, ഞാൻ അന്യയാണ്, അല്ലെങ്കിൽ മെഹമാനും ഒരു അതിഥിയാണ്. മുച്ചസേ കാം കർവാന, അന്യായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരോട് അല്ലെങ്കിൽ അതിഥിയായ ഒരാളോട് ജോലി ചെയ്യിക്കുക, കാം കർവാന കുച്ച് അച്ചി ബാത്ത് നഹി, ഒരു ശരിയായ കാര്യമല്ലട്ടോ എന്ന്. തായ്ജീനെ ഗുഡലിക്ക് ഈ തരഫ് ദേക്ക, തായ്ജി അത് കേട്ടിട്ട് ഗുഡലിയെ നോക്കി. ഓർ ഹർ ഒന്ന് ചിരിച്ചുകൊണ്ട് ഹാ പറഞ്ഞുകൊണ്ട് ചായ് ദേനെ ചലി ഗയി, മുത്തശ്ശനെ ചായ കൊടുക്കാൻ വേണ്ടി പോയി. മാം ഗുഡലിക്കോ, അമ്മയാവട്ടെ ഗുഡലിയോട്, അബി ടിഫിൻ പാക്ക് കർണേക്കോ ബോൽനെ വാലിരി, മോളെ ടിഫിൻ പാക്ക് ചെയ്തോളൂ, ടിഫിനിൽ ഭക്ഷണങ്ങളൊക്കെ നടത്തി വെച്ചോളൂ എന്ന് പറയാൻ പോകുമായിരുന്നു. കാരണം ഈ പ്രഭാതത്തിലെ എല്ലാ ജോലികളും ആരാണ്? ഇവള് ചെയ്യാറാണ്. അപ്പൊ അമ്മ അത് പറയാൻ പോകുമായിരുന്നു. അപ്പൊ ചായ താവുജി ആണ്, താവുജിക്ക് വേണ്ടിയിട്ട് തായിജി പറഞ്ഞു, മുത്തശ്ശന് നീ ചായ കൊടുക്കുന്നു മുത്തശ്ശി പറഞ്ഞു. പക്ഷേ അവള് ചെയ്തില്ല. പിന്നെ ടിഫിൻ ബോക്സിൽ ഭക്ഷണമായിട്ടുണ്ട് നിറച്ചോളൂ എന്ന് പറയായിരുന്നു. ആര്? അമ്മ പറയേണ്ടതായിരുന്നു. മാം ഗുഡലിക്കു, അമ്മായിയോട് ചായ സ്വന്തം കൊണ്ട് കൊടുത്തോളാൻ പറഞ്ഞപ്പോൾ അമ്മ മിണ്ടിയില്ല. മാം ഗുഡലിക്കോ, അമ്മ ഗുഡലിയെ അബി ടിഫിൻ പാക്ക് കർണേക്കോ, ടിഫിൻ പാക്ക് ചെയ്യാൻ വേണ്ടി ബോൽനെ വാലിദി, മോളെ ഭക്ഷണമൊക്കെ എടുത്തു വെച്ചോളൂ എന്ന് പറയാൻ പോവായിരുന്നു. പർ യേ സബ് സുൻകർ, അവൾ ആ മുത്തശ്ശിയോടൊക്കെ പറയുന്നത് കേട്ടപ്പോൾ കുതുഹി കർണയിലേക്ക് അമ്മ സ്വയം അവൾക്കുള്ള ഭക്ഷണം പാക്ക് ചെയ്യാൻ തുടങ്ങി. തബി ബയ്യായ, അപ്പോഴേക്കാണ് ചേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത്, സഹോദരൻ അങ്ങോട്ടേക്ക് വന്നു. ഗുഡലിയ അപ്പനെ നാനോക്കോ ഖാനാ നഹി ദിയ, അല്ല ഗുഡലിയ നീ നമ്മുടെ പട്ടിക്കുട്ടിക്ക് ഭക്ഷണം കൊടുത്തില്ലേ? അപ്പോ ഗുഡലി പറയണം, ദേക്കോ ബായ് സാബു, ഒന്ന് നോക്കൂ ചേട്ടാ, ആപ്പ് കുലദീപ് ഹേ, നിങ്ങൾ ആരാന്ന വിചാരം? ആപ്പ് കുലദീപ് ഹോ, നിങ്ങൾ ഈ കുടുംബത്തിന്റെ വിളക്കാണ്. യേ ഗർ, ഈ വീടുണ്ടല്ലോ, യേ ബഗീച്ച, ഈ പൂന്തോട്ടമുണ്ടല്ലോ, ഓർ യേ നാനോ, ഈ പട്ടിക്കുട്ടി ഉണ്ടല്ലോ, സബ് ആപ്കാ ഹി, എല്ലാം നിങ്ങളുടേതാണ്. തോ ബേത്തറോക, അപ്പൊ ശ്രേഷ്ഠമാകുന്ന എന്താണ്, നല്ല എന്താണ്? ആപ്പ് ഹി ഇൻ സബ് കി ദേഖ്ഭാൽ കറി, നിങ്ങൾ എന്നതൊക്കെ മേൽനോട്ടം വഹിക്കുന്നല്ലേ നല്ലത്. ഓർ വൈസേ ബി മേ തോ പരായെ അമാനത്തുവും, ഞാനാണെങ്കിൽ അന്യരുടെ നോക്കാൻ ഏൽപ്പിച്ച സമ്പത്തുമാണ്.
സബ് മൂഹ്ബായി എല്ലാരും വായ പൊളിച്ചു. ഗുഡലിക്കോ ദേഖ്തേ രഹേ, ഗുഡലിയെ നോക്കിക്കൊണ്ടേയിരുന്നു. और गुडली എന്നാൽ ഗുഡലി ആവട്ടെ ടിഫിൻ ബാഗ് ഉടാക്കർ, ടിഫിൻ ബോക്സും അവന് ബാഗും എടുത്തിട്ട് സ്കൂൾ കേലിയെ ചൽതി. ഒരു ജോലിയും അവള് ഈ പറഞ്ഞ വീട്ടുകാരെ എടുപ്പിക്കുന്ന പണികളൊക്കെ നിർത്തിയിട്ട് ഞാൻ അന്യാണ്, ഞാൻ ആരന്റെ സമ്പത്താണ്, എന്നെ കൊണ്ട് അങ്ങനെയാണെങ്കിൽ എന്നെ കൊണ്ട് അങ്ങനെ ജോലി ചെയ്യിക്കുന്ന ഒരു മര്യാദ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ടിഫിൻ ബോക്സും ബാഗും എടുത്തിട്ട് സ്കൂളിലേക്ക് ഒറ്റ പോക്ക്. അപ്പോ മനോഹരമായിട്ട് അന്യായി കാണുന്ന ഒരാളെ നിങ്ങൾ ഇതൊന്നും ചെയ്യിക്കേണ്ടതില്ല എന്ന് മനോഹരമായിട്ട് ഗുഡലി അത് പറഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ പാഠത്തോട് യോജിക്കുന്നില്ലേ? വീട്ടിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യ സ്ഥാനമാണ് കൊടുക്കേണ്ടത്. ഈ പാഠത്തിലെ വേർഡ് മീനിങ്ങുകളാണ് മക്കളെ നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വേർഡ് മീനിങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഈ പാഠവുമായി ബന്ധപ്പെട്ട് പരീക്ഷയിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത്. ഇതിനകത്ത് പഠിക്കാതെയുണ്ട്, ഇതിനകത്ത് ഡയറി ഉണ്ട്, കോൺവെർസേഷൻ ഉണ്ട്, പ്രധാനപ്പെട്ട പോസ്റ്ററുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.